തങ്ങളെ ഞങ്ങൾക്ക് വീടിൻ്റെ ഒരു മൂലയിൽ നിന്നും ഒരു വലിയ കുപ്പി കിട്ടി, അതിൽ വലിയൊരു തകിടും. ഞങ്ങളെ വീട്ടിലെ 4 ആളുകളുടെ ഫോട്ടോ അതിൽ വരച്ചിട്ടുണ്ട്, ഒരു പടമായി വരച്ച് അതിലെന്തൊക്കെയോ ഭസ്മങ്ങൾ ചേർത്തു. പിന്നെ 5 തകിട് കെട്ടിവെച്ചതായിട്ട്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് തകരാൻ തുടങ്ങുകയാണ്. ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു, വലിയ പ്രതിസന്ധിയിലായി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച എന്നെ സമീപിച്ച ഒരു ഫാമിലിക്കുണ്ടായ ഒരു അപകടകരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ റാഹത്തായ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു കുടുംബം, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ എല്ലാം ഉണ്ടായൊരു കുടുംബം ഒറ്റ സെക്കൻഡ് കൊണ്ട്, ദിവസങ്ങളെ കൊണ്ട് എല്ലാം നഷ്ടമായി. വലിയ പ്രതിസന്ധിയിലായി. ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ്സുകൾ തകരാൻ തുടങ്ങി. ഗൾഫിൽ വക്കാലയും സൂപ്പർ മാർക്കറ്റും സലൂണും എല്ലാം അവസാനിച്ചു. വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഓരോരോ രോഗങ്ങൾ, തീർത്തിട്ടും തീരാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും, കടങ്ങൾ കുന്നുകൂടാൻ തുടങ്ങി. വീട്ടിലെ സ്ത്രീകൾക്ക് നിൽക്കാത്ത ബ്ലീഡിങ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു കുടുംബം എന്നെ സമീപിച്ചത്. ഇത്തരം ബുദ്ധിമുട്ടുകൾ പറഞ്ഞ സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. അതിനുള്ള അമല് പറഞ്ഞു കൊടുക്കും. 21 ദിവസം അവരോട് ചെയ്യാൻ പറഞ്ഞു. 21 ദിവസം അവർ ചെയ്ത് കഴിഞ്ഞ ശനിയാഴ്ച എന്നെ സമീപിച്ചു. 21 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു കോൾ എനിക്ക് വന്നു. അതിനെപ്പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കോള് ആ വീട്ടിൽ നിന്ന് എനിക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, തങ്ങളെ, ഞങ്ങൾക്ക് വീടിൻ്റെ ഇന്നാലിനൊരു മൂലയിൽ നിന്ന് ഒരു വലിയൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്, ഒരു പൊട്ടുന്ന ഉടയുന്ന ഒരു കുപ്പി. അപ്പം ഞാൻ നേരിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ശനിയാഴ്ച വരുന്ന സമയത്ത്, 21 ദിവസം വരുന്ന സമയത്ത് നേരിട്ട് കൊണ്ടുവരും, ആ കുപ്പി കൊണ്ടുവരും. ഇതുവരെക്കും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കൊണ്ടുവരികയും നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് വലിയ തകിട്, അതിൽ ഇവരുടെ 4 ആളുകളുടെ, വീട്ടിലുള്ള 4 ആളുകളുടെ, ആ വീട്ടിലെ കുടുംബനാഥൻ്റെയും കുടുംബിനിയുടെയും 2 മക്കളുടെയും പടം വരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്, പല കളങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെയോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 7 തകിട്, അതിൽ സർപ്പത്തിൻ്റെ പടവും മറ്റുള്ള കാര്യങ്ങളും ചേർത്ത് ഭസ്മത്തിൽ പൊതിഞ്ഞ് 3 കെട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 21 ദിവസത്തിൻ്റെ അമല് ചെയ്ത സമയത്താണ് അവർക്കത് കാണാൻ കഴിഞ്ഞത്, അവരെ കൺമുന്നിൽ അത് പ്രത്യക്ഷപ്പെട്ടത്. അവരെനിക്ക് അപ്പോൾ വിളിച്ചു ചോദിച്ചത്, തങ്ങളെ, ഈ ഇങ്ങനെ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്, ഞങ്ങളിത് കത്തിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ തുറന്നു നോക്കട്ടെ? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് സിഹർ ചെയ്ത സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൺമുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, വേഗം പോയി തുറക്കാനോ അത് എടുക്കാനോ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ശരീരത്തിലേക്ക് മന്ത്രിച്ച് എന്നിട്ടാവണം അത് തൊടേണ്ടത്. ഞാൻ അവരോടും അതാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരുള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 11 ഫാത്തിഹ ഓതി ശരീരത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ 7 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി സ്വയം ശരീരത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം, സൂറത്തുൽ നാസ് 3 പ്രാവശ്യം ഓതി സ്വയം ശരീരത്തിൽ മന്ത്രിച്ച് എന്നിട്ടാവണം കുപ്പിയാണെങ്കിലും ചട്ടിയാണെങ്കിലും സിഹർ ചെയ്ത്, ഏത് മുട്ടയിലാണെങ്കിലും തലയോട്ടിയാണെങ്കിലും എന്ത് എല്ലാണെങ്കിലും കൊമ്പാണെങ്കിലും അത് കൈകൊണ്ടെടുക്കാവും. എന്നിട്ട് നിങ്ങൾ കത്തിക്കരുത്. തകിടാണെങ്കിൽ പോലും നിങ്ങൾ കത്തിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ട് ഒഴുക്കി കളയാം.
ഒഴുക്കിക്കളയാണ് ചെയ്യേണ്ടത്. ആരും ഇനി മുതൽ കത്തിക്കരുത്. കത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അത് എഫക്റ്റീവാകും, അതിൻ്റെ ഫലം കൂടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ് ഇത്തരം സിഹർ ചെയ്ത സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇടേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന മുഅ്മിനീങ്ങളെ, ഇത്തരം പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നത് പോലും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. രോഗങ്ങൾ വരാൻ തുടങ്ങി, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാൻ തുടങ്ങി. അവരുടെ സ്വന്തം ഭൂമിയിൽ ഇത്തരം പ്രയാസങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഇവർക്ക് അറിയുന്നവരാണ്. ഇവരെ തകർക്കാൻ വേണ്ടിയാണ്, അസൂയുള്ളവരാണ്. ചിലപ്പോൾ സ്വന്തം രക്തബന്ധത്തിലുള്ളവരാവാം, അല്ലെങ്കിൽ എപ്പോഴും ഇടപഴകുന്നവരാവാം. അവർക്കേ ഒരാൾക്ക് വേണ്ടി സിഹർ ചെയ്യാൻ കഴിയുള്ളൂ. അവരെ ഭൂമിയിൽ അത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എപ്പോഴും ഇടപഴകുന്നവരും ഇവരെ തകർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുമാണല്ലോ അവർ. ഇതിനായിട്ട് ഒരാളെ തകർക്കാൻ വേണ്ടി അതിൻ്റെ പിറകെ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയും നിങ്ങൾ കഴിച്ചിലാവൂല. അവൻ തകർന്നത് കാണുന്ന സമയത്തുണ്ടാവുന്നൊരു സന്തോഷമല്ലാതെ നിന്റെ ജീവിതത്തിൽ എവിടെയും നീ കഴിച്ചിലാവൂല. അതൊരിക്കൽ നിന്നിലേക്ക് തന്നെ അത് തിരിച്ചടിക്കും, നിന്റെ മക്കളിലേക്ക് അത് തിരിച്ചടിക്കും. അത് രോഗം കൊണ്ടായിരിക്കാം, അള്ളാഹുവിൻ്റെ പരീക്ഷണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ പരീക്ഷണം. എവിടെയാണ് സിഹർ ചെയ്തവൻ രക്ഷപ്പെട്ടിട്ടുള്ളത്? എവിടെയും കേസിലാവൂല. അവൻ ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് രക്ഷയില്ല. നിങ്ങളെ രക്ഷയില്ല. ഞാൻ കുറേ ഞമ്മക്കുണ്ടായ തന്നെ അനുഭവങ്ങൾ കുറേ പറഞ്ഞതാണ്. മരിക്കാൻ സമയത്ത് പോലും പൊട്ടിങ്ങനെ കരയാണ്. സിഹർ ചെയ്ത വ്യക്തി സിഹർ ചെയ്യപ്പെട്ട വ്യക്തിയെ കണ്ട സമയത്ത് അപ്പോൾ കരഞ്ഞിട്ടോ വിതുമ്പിയിട്ടോ ഒരു കാര്യമില്ല. ഇതിനായിട്ട് ഒന്നും ഇറങ്ങണ്ട. നമുക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷനാണ് എന്ന് കരുതി മനസ്സമാധാനത്തോടെ വീട്ടിലിരുന്നാൽ തന്നെ മതി. ഒരാളെ തകർക്കാനോ ഒരാളെ നാശം കാണാനോ നിങ്ങളെ ഓടണ്ട പല ആളുകളടുത്തേക്ക്. നിനക്ക് ചിലപ്പോൾ ഒരു 500 രൂപയുടെ ഒരു 1000 രൂപയുടെ ചിലവുണ്ടാവുള്ളൂ. തകരുന്നത് ഒരു കുടുംബമാണ്. അവരുടെ കണ്ണീരാണ് അതിന് അനുഭവിക്കേണ്ടി വരും. മരിക്കുന്നതിന് മുമ്പ് ദുന്യാവിൽ അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വലിയ ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു പണിക്ക് ആരും പോവല്ലേ. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ആരും തുനിഞ്ഞിറങ്ങല്ലേ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ, സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സിഹ്റോ എന്തെങ്കിലും സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങൾ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കയറി പിടിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. അള്ളാഹു നമ്മളെല്ലാ സകലമായ പ്രയാസങ്ങൾ അള്ളാഹുവെ നീ മാറ്റി നൽകണം. അള്ളാഹ് ജീവിതത്തിൽ വലിയ റാഹത്തും അഭിവൃദ്ധിയും അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണം. അള്ളാഹ് സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റബ്ബേ. മാക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണം അള്ളാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം അള്ളാഹ്. വലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അള്ളാഹ്. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം അള്ളാഹ്. ചതിയന്മാരുടെ ചതി വലകളെ തൊട്ട് അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം അള്ളാഹ്. നീ കാവലേഖണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമ്മളെ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകലമായ പ്രയാസങ്ങളും എല്ലാ ഡങ്ങേറുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം അള്ളാഹ്. ജീവിതത്തിൽ വലിയ റാഹത്തും അഭിവൃദ്ധിയും അള്ളാഹുവിനെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.